ഭാസ്കരേട്ടാ, അഞ്ജന എവിടെ? കഷ്ടത്തിലായി. അവളെ ഇനി രക്ഷിക്കാൻ ബുദ്ധിമുട്ടാ. കണ്ടില്ലേ, ഇവിടെ അവക്ക് പകരമുള്ള ടെമ്പററി പോസ്റ്റിംഗാ. വൈസ് ചെയർമാനെ തല്ലിയ വിഷയം ഗൗരവമായിട്ട് എടുത്തിരിക്കുക. അഞ്ജനയെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടുക. അയ്യോ, അതുകൊണ്ടും അവസാനിക്കുന്നില്ല. വീട് ഒഴിയാനും പറഞ്ഞു. ശങ്കരേട്ടനെ കൊണ്ട് എങ്ങോട്ട് പോകാനാ? തൽക്കാലം എന്റെ വീട്ടിലേക്ക് വിളിക്കാം. എത്ര നാൾ അത് പറ്റും? അതും ശരിയാ. യൂണിയൻ നേതാക്കളോടൊന്ന് സംസാരിച്ചാലോ? ഓ, അവരൊക്കെ കമ്പനിയുടെ പണം പറ്റി ജീവിക്കുന്നവരാ. അഞ്ജനയെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? അവക്കും ജീവിക്കണം. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കും. നടന്നാ നടന്ന്. ശരി ഭാസ്കരേട്ടാ. ഇതാര് ചേച്ചിമാരോ? എന്താ ഇവിടെ നിന്ന് കളഞ്ഞത്? മുറിയിലേക്ക് വരായിരുന്നല്ലോ. അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ? സുഖം സാർ. നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ചെയ്തു തരേണ്ടതുണ്ടോ? അത് പറഞ്ഞു ചേച്ചി. അഞ്ജനയുടെ കാര്യമാ. ചേച്ചിമാരോട് എനിക്കിഷ്ടമാണ്. പക്ഷേ അഞ്ജനയുടെ കാര്യം എന്നോട് പറയണ്ട. അവളെ കമ്പനിന്ന് പറഞ്ഞയക്കുന്നു. അതെ, ഓർഡർ ഞാൻ ഒപ്പിട്ട് വെച്ചിരിക്കുക. ഉടൻ കൊടുക്കും. അവള് ചെയ്തത് പൊറുക്കാനാവാത്ത തെറ്റാ. അത് സമ്മതിച്ചല്ലോ. അപ്പൊ പൊറുക്കാൻ പാടില്ല എന്ന് ഉറപ്പ്. ഇപ്രാവശ്യത്തേക്ക് ക്ഷമിക്കണം. ഇല്ലല്ലോ, അവൾ എന്നോട് എന്ത് തെറ്റാ ചെയ്തത്? അത് പോരട്ടെ. സാറിന്റെ കാരണത്ത് തല്ലി. എന്തായിരുന്നു എന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റ്? ഒന്നുമില്ല. ഇനി അവൾ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിലോ? അതിന്റെ കാരണക്കാരൻ ആരാവും? ഞാൻ. അവൾ ഈ കമ്പനിയിൽ തുടർന്ന ഇനിയും എന്നെ തല്ലും, ആത്മഹത്യാശ്രമവും നടത്തും. അതുകൊണ്ട് അവള് വേണ്ട. പറഞ്ഞു വിട്ട രോഗിയായ അച്ഛനെയും കൊണ്ടിറങ്ങണം. അത് കഷ്ടാ സാറേ. ഒരവസരം കൂടി. ചേച്ചിമാര് വന്ന് പറഞ്ഞ ശരി, ഒരു തീരുമാനം ഞാൻ പറയാം. അവൾ എന്നെ പരസ്യമായാണ് തല്ലിയത്. അതുകൊണ്ട് എല്ലാരെയും വിളിച്ചുകൂട്ടി അവരുടെ മുന്നിൽ വെച്ച് എന്റെ കാൽ തൊട്ട് അവള് മാപ്പ് പറയണം. സമ്മതം. അവള് സാറിന്റെ കാല് തൊട്ട് മാപ്പ് പറയും. ശരി, എന്നാ നിങ്ങൾ ചെല്ലേ. എനിക്കറിയായിരുന്നു മോളിവിടെ ഉണ്ടായിരിക്കുമെന്ന്. ഇവനെ കാണുമ്പോ മനസ്സിനൊരല്പം ആശ്വാസം കിട്ടും മാമ. എന്താണ് അഞ്ജനയുടെ മേലുള്ള നടപടി? കമ്പനിയിൽ നിന്ന് പറഞ്ഞയക്കുന്നു. വീടൊഴിയണം. ഓർഡർ അടിച്ചു വെച്ചിരിക്കുക. ചില ഉപാധികളോട് തിരിച്ചെടുക്കാമെന്ന് വൈസ് ചെയർമാൻ സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ സ്വീകരിക്കും. വൈസ് ചെയർമാനോട് മാപ്പ് പറയണം. പറയാം. ചടങ്ങ് ആരംഭിക്കുകയാണ്. ചടങ്ങ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അഞ്ജന വൈസ് ചെയർമാന്റെ കാല് തൊട്ട് മാപ്പ് പറയുന്നു. മൻസർ, വേദിയിലേക്ക് വരണം. ഞാൻ സ്നേഹിക്കുന്ന എന്റെ തൊഴിലാളികളെ, നിങ്ങൾക്കറിയാം, അഞ്ജന എന്ന തൊഴിലാളി എന്റെ കർണത്ത് തല്ലി. പിന്നെ ആത്മഹത്യാശ്രമം. അതുവഴി എന്നെ അഴിക്കുള്ളിലാക്കാനുള്ള ശ്രമം. ജാനകിയടുത്തെയും ഗ്രൂപ്പും പറഞ്ഞതുകൊണ്ടാണ് ക്ഷമിക്കാൻ ഞാൻ തയ്യാറായത്. കാരണം ഇവിടുത്തെ തൊഴിലാളികളെ എനിക്ക് അത്രയ്ക്ക് സ്നേഹമാണ്. അവര് പറഞ്ഞാൽ ഞാൻ അനുസരിച്ചു പോകും. ഇനി എന്റെ കാല് പിടിച്ച് അഞ്ജന മാപ്പ് പറയട്ടെ. ചെല്ലുമോളെ. ചെയ്തത് തെറ്റാണ്. വൈസ് ചെയർമാന്റെ കരണത്തടിച്ചതിന് ഞാൻ ഒരു നിമിഷം. ഞാൻ വെറുതെ ഇങ്ങനൊരു സീൻ ഉണ്ടാക്കിയതാ. അഞ്ജന എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക്
അഞ്ജനയെ ഇഷ്ടമാണ്. ഇത് പറയാനാ ഞാൻ ഇവളെ പിടിച്ചടുപ്പിച്ചത്. അഞ്ജന തെറ്റിദ്ധരിച്ച എന്നെ തല്ലിയത്. ഇനി നിങ്ങൾ സമക്ഷം ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ അഞ്ജനയെ എനിക്കിഷ്ടമാണ്. ഞാൻ പ്രണയിക്കുന്നു. അഞ്ജനയെ വിവാഹം ചെയ്യാൻ എനിക്കിഷ്ടമാണ്.